സാമ്പത്തികപരമായിട്ട് ആരാണ് ആഗ്രഹിക്കാതെ അല്ലെ? ഒരു ഇൻകം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാതെ ആരെങ്കിലും ഉണ്ടോ? അതായത് യുദ്ധം ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും സാമ്പത്തികപരമായ രീതിയിൽ വളരെ തകർച്ചയിലേക്കാണ് പോകുന്നത്. അത് യുദ്ധം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ആ രാജ്യം. സമ്പത്തിന്റെ പേരിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും വളരെ ഹാപ്പിനെസ്സോടുകൂടി ആളുകൾ ജീവിക്കും. പക്ഷെ സാമ്പത്തികപരമായ രീതിയിൽ ഇരു രാജ്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെട്രോൾ വെഹിക്കിൾസ് ഓടുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, 2.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്ത ആ ചിന്താഗതി, അതിന്റെ മുന്നേ ഈ പറഞ്ഞ യുദ്ധം പോലെയായിരുന്നു. പെട്രോൾ അടിച്ച് കീശയൊക്കെ കാലിയാകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് 2.5 വർഷങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ ലാഭം ഒരു ദിവസം 210 രൂപയോളം ഇൻകമായിട്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയതിന്റെ ഗുണമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയി. തീർച്ചയായിട്ടും ഏതർ എന്ന് പറഞ്ഞ വണ്ടി 1,50,000 രൂപയാണ് 2.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തത്. അതേ രീതിയിൽ തന്നെ 63,000 കിലോമീറ്റർ 2.5 വർഷം കൊണ്ട് 30 മാസം കൊണ്ട് 63,000 കിലോമീറ്റർ ഓടുന്നു. അതായത് നേരെ ഇവിടത്തേക്ക് നമുക്ക് പോയി നോക്കാം. അതായത് ഇലക്ട്രിക് പെട്രോൾ വെഹിക്കിൾസിന് 1,00,000 രൂപ കണക്കാക്കുന്നു. 63,000 രൂപ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള കിലോമീറ്ററുകൾ കണക്കാക്കാം. 2,100 കിലോമീറ്റർ ആണ് ഒരു മാസം കൊണ്ട് ഓടുന്നത്. അതേ രീതിയിൽ തന്നെ ഇവിടെ പെട്രോൾ വെഹിക്കിൾസിന് നമ്മൾ കണക്കാക്കുന്നു. ഒരു ദിവസത്തേക്ക് കൊണ്ടിരിക്കുകയാണെങ്കിൽ 70 കിലോമീറ്റർ, അതായത് എന്റെ ഇതുവരെ ഓടിയിട്ടുള്ള അതിൽ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 70 കിലോമീറ്റർ ആണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ പെട്രോൾ വെഹിക്കിൾസിനും അതേ രീതിയിൽ കണക്കാക്കുന്നു. 40,000 രൂപയാണ് എനിക്ക് 63,000 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് വന്ന എക്സ്പെൻസ്. ഇവിടെ നമുക്ക് പോവുകയാണെങ്കിൽ 1,89,000 രൂപ കോസ്റ്റ് വരുന്നു. 63,000 കിലോമീറ്റർ ഓടണമെങ്കിൽ 1,89,000 രൂപ കോസ്റ്റ് അവിടെ പെട്രോൾ, അതായത് 1 കിലോമീറ്റർ പെട്രോൾ വിത്ത് മറ്റുള്ള എക്സ്പെൻസ് കൂടി 63,000 × 3 ആ രീതിയിൽ 1,89,000 രൂപ വരുന്നു. ഇവിടെ ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞു ഒരു 70 രൂപ, 70 കിലോമീറ്റർ × 3 210 രൂപ ഒരു ദിവസത്തേക്ക് വരുമാനം വരുന്നു. ഇവിടെ 63,000 കിലോമീറ്റർ ആണെങ്കിൽ 1,89,000 രൂപയാണ് ഈ പറഞ്ഞ പെട്രോൾ വെഹിക്കിൾസിന് വരുന്നത്. നമുക്ക് ടോട്ടൽ എമൗണ്ട് നോക്കാം. ഏതർ എന്ന് പറഞ്ഞ വണ്ടിക്ക് 1,50,000 രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമുക്ക് 40,000 രൂപ കോസ്റ്റ് വരുന്നു, എക്സ്പെൻസ്. ഇത് രണ്ടും കണക്കൂട്ടി കഴിഞ്ഞാൽ 1,90,000 രൂപ വരുന്നു. നേരെ പെട്രോൾ വെഹിക്കിൾസിലേക്ക് പോവാം. അതായത് 63,000 × 3 1,89,000 രൂപയുടെ എണ്ണയും അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസും കൂടി വരുന്നു. 1,00,000 രൂപ നമുക്ക് ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. ഇത് രണ്ടും കണക്കാക്കിയാൽ 2,89,000 രൂപ കോസ്റ്റ് വരുന്നു. അതിന് ഈ എമൗണ്ട് കൊണ്ട്, അതായത് ഇലക്ട്രിക് വണ്ടിന്റെ എമൗണ്ടിനെ കുറച്ച് കഴിഞ്ഞാൽ 99,000 രൂപ ലാഭകരമായിക്കൊണ്ട് ഇലക്ട്രിക് വണ്ടി മുന്നേറുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇലക്ട്രിക് വണ്ടി ഓടുന്നവർക്ക് 70 കിലോ എന്റെ വണ്ടി വെച്ച് കിലോമീറ്റർ കണക്കാക്കുകയാണെങ്കിൽ 210 രൂപ വെച്ചിട്ട് ഇൻകമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. യുദ്ധം എന്ന് നിർത്തുന്നു ആ രാജ്യം അന്ന് മുതൽ സാമ്പത്തികപരമായ മുന്നേറുന്നു. അതുപോലെ തന്നെ പെട്രോൾ വെഹിക്കിൾസ് നിങ്ങൾ എന്ന് നിർത്തുന്നു, ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുന്നു. അന്ന് നിങ്ങൾ